ഡിവൈഎസ്പിയുടെ വാഹനം വലതുവശത്തേക്ക് തിരിഞ്ഞിരിക്കുന്നു. അതായത് തിരുവല്ല റൂട്ടിലേക്ക് വാഹനം തിരിക്കുന്നു. സംഭവം നടന്ന ക്ലബ് 7 ഹോട്ടലിൽ പ്രതിയെ എത്തിച്ച് തെളിവെടുക്കുക തന്നെയാണ് ലക്ഷ്യം വെക്കുന്നത്. അതെ, വാഹനം 2 വാഹനങ്ങൾ മുന്നേ പോയിരിക്കുന്നു. 3ാമത്തെ വാഹനം കടന്നു പോകുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ കാണുന്ന വെള്ള നിറത്തിലുള്ള പോലീസിൻ്റെ മിനി ബസ്സിലാണ് പ്രതിയായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഉള്ളത്. തിരുവല്ല ക്ലബ് 7 ഹോട്ടലിലേക്ക് തന്നെയാണ് വാഹനത്തിൻ്റെ നീക്കമെന്ന് നമുക്ക് ഉറപ്പിക്കാം. ഇവിടെ നിന്നും 29 കിലോമീറ്റർ ദൈർഘ്യമാണ് തിരുവല്ല ക്ലബ് 7 ഹോട്ടലിലേക്ക് ഉള്ളത്. ഈ രീതിയിൽ സാമാന്യം വേഗത്തിലാണ് വാഹനത്തിൻ്റെ യാത്ര എന്നതിനാൽ തന്നെ അരമണിക്കൂർ സമയം കൊണ്ട് അവിടെ എത്തിച്ചേരാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ പ്രതീക്ഷിക്കുന്ന സമയം എന്നുള്ളത് 6:30 അവിടെ തെളിവെടുപ്പ് ഉണ്ടാകും. 2024 ഏപ്രിൽ മാസം 8-ാം തീയതി പരാതിക്കാരിയെ കൊണ്ട് തന്നെ റൂം ബുക്ക് ചെയ്യിപ്പിച്ച ശേഷം അവിടേക്ക് വിളിച്ചു വരുത്തി ലൈംഗികമായി ചൂഷണം ചെയ്തു എന്നുള്ളതാണ് 31-ാം തീയതി ഈ മാസം ആദ്യം അവർ നൽകിയ പരാതിയിൽ സൂചിപ്പിച്ചിരുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇവർ പറഞ്ഞ തീയതി, ആ ദിവസം റൂം ബുക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്നത് ഈ കേസിൻ്റെ പ്രാരംഭഘട്ടത്തിൽ തന്നെ രജിസ്റ്റർ ചെയ്തതിന് തൊട്ട് മുൻപായി തന്നെ പരിശോധിച്ച് ഉറപ്പുവരുത്തിയിരുന്നു. പരാതിയിൽ ഉന്നയിച്ചിട്ടുള്ള തീയതി കൃത്യമാണ് എന്ന് പോലീസ് അവിടെ നേരിട്ട് എത്തി ബോധ്യപ്പെട്ടതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് കേസ് രജിസ്റ്റർ ചെയ്യുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. ആ ദിവസം പരാതിക്കാരിയുടെ പേരിൽ തന്നെയാണ് മുറി ബുക്ക് ചെയ്തിട്ടുള്ളതെന്നും പണം അവർ തന്നെയാണ് മുടക്കിയതെന്നും അവർ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഇതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഈ 3 ദിവസത്തെ കസ്റ്റഡിയുടെ കാലാവധി പൂർത്തിയാകുന്നതിന് മുൻപ് പ്രധാന ഇടം എന്നുള്ള നിലയിൽ ഹോട്ടലിലേക്ക് എത്തിച്ചുള്ള തെളിവെടുപ്പിലേക്ക് നീങ്ങുന്നത്. അവിടെ അരമണിക്കൂർ സമയം തെളിവെടുപ്പ് ഉണ്ടാകും എന്ന് തന്നെയാണ് കണക്കാക്കപ്പെടുന്നത്. ശേഷം അദ്ദേഹത്തെ വീട്ടിൽ എത്തിച്ച് തെളിവെടുക്കുമോ എന്നതിൽ കൂടിയുള്ള ഒരു സാധ്യത നമ്മൾ മുന്നിൽ കാണുന്നുണ്ട്. എന്തായാലും അതിലേക്ക് പോകുമോ എന്നത് അവ്യക്തത തുടരുകയാണ്. എന്തായാലും ഇന്ന് പോലീസിൻ്റെ ഫോഴ്സിൽ നല്ലൊരു ശതമാനം ശബരിമല മകരവിളക്ക് തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട സുരക്ഷാ ക്രമീകരണങ്ങൾക്കായി പോയിരിക്കുകയാണ്. പകൽ സമയത്ത് ഇന്നലത്തേതുപോലെ തന്നെയുള്ള പ്രതിഷേധത്തിന് സാധ്യതയുണ്ട്. അതിനാൽ തന്നെ പരമാവധി നേരത്തെ തെളിവെടുപ്പ് പൂർത്തിയാക്കുക, പ്രതിഷേധക്കാരെ പരിപൂർണമായി നീക്കം ചെയ്തുകൊണ്ട് അവരെ ഒഴിവാക്കുന്ന തരത്തിലുള്ള ഒരു സമയമായിരിക്കും ഈ പുലർച്ചെ സമയം. അതായത് സംഘടിച്ച് ആളുകൾക്ക് എത്താനുള്ള ഒരു സാവകാശം നൽകാതെ വേഗത്തിൽ ഉദ്ദേശിക്കുന്ന നിലയിൽ തെളിവെടുപ്പ് പൂർത്തിയാക്കി മടങ്ങുക എന്നുള്ളതാണ്. പോലീസ് ഇന്നലെ കോടതിയിൽ നൽകിയ വിശദീകരണത്തിലും പബ്ലിക് പ്രോസിക്യൂട്ടർ അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ കോടതിയിൽ ധരിപ്പിച്ച വിഷയങ്ങൾ പരിഗണിക്കുകയാണെങ്കിലും ഇതുവരെയുള്ള അന്വേഷണത്തോട് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA കൃത്യമായ രീതിയിൽ സഹകരിക്കുന്നില്ല എന്നുള്ളതാണ്. അറസ്റ്റ് മെമ്മോയിലടക്കം അദ്ദേഹം ഒപ്പ് രേഖപ്പെടുത്താതിരുന്നത് ഇതിൻ്റെ തെളിവായി കൂടി ചൂണ്ടിക്കാണിക്കുകയും പ്രതിഭാഗം ഈ കേസ് ദുർബലമാണ്, ആരോപിക്കപ്പെട്ട കുറ്റങ്ങൾ ഒന്നും തന്നെ നിയമപരമായി നിലനിൽക്കുന്നതല്ല എന്ന് വാദിച്ചപ്പോൾ മജിസ്ട്രേറ്റ് തന്നെ നേരിട്ട് പറയുന്ന സ്ഥിതിയുണ്ടായി. പ്രതി എന്തുകൊണ്ട് അറസ്റ്റ് മെമ്മോയിൽ ഒപ്പ് രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ള കാരണം. ചുരുക്കത്തിൽ കേസിൻ്റെ തുടക്കം മുതൽ തന്നെ അന്വേഷണ സംഘവുമായി ഒട്ടും സഹകരിക്കാത്ത നിലയിലുള്ള പ്രവർത്തനമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. അസാധാരണ നടപടിയാണ് പ്രതി അറസ്റ്റ് മെമ്മോയിൽ ഒപ്പ് രേഖപ്പെടുത്താതിരുന്നതും. ചുരുക്കത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് തെളിവെടുപ്പ് നടക്കുമ്പോൾ സാധാരണഗതിയിൽ ഒരു ക്രൈം സീനിലേക്ക് പ്രതിയെ എത്തിക്കുമ്പോൾ ഉണ്ടായ സംഭവങ്ങൾ കൃത്യമായി പ്രതികൾ അടങ്ങുന്ന സംഘമോ അന്വേഷണ സംഘത്തിന് മുന്നിൽ കൃത്യമായി വിവരിക്കാറുണ്ട്. ഇത്ര സമയത്ത് ഈ സംഭവ സ്ഥലത്ത് എത്തി, ഈ രീതിയിലായിരുന്നു കുറ്റകൃത്യത്തിൽ തൻ്റെ പങ്ക് എന്നുള്ളത് വിശദീകരിക്കാറുണ്ട്. പക്ഷേ അത്തരത്തിൽ ഏതെങ്കിലും ഒരു പ്രതികരണം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാനുള്ള സാധ്യതയില്ല. കാരണം കഴിഞ്ഞ ആഗസ്റ്റ് മാസത്തിലാണ് അദ്ദേഹത്തിനെതിരെ ആദ്യ ലൈംഗിക പരാതി ഉന്നയിക്കപ്പെടുന്നത്. പിന്നീട് അത് കേസ് ആകുന്നത് വൈകിട്ടാണ് എങ്കിൽ പോലും അദ്ദേഹത്തിനെതിരെ പരാതി ഉയർന്ന ഘട്ടത്തിൽ തന്നെ അദ്ദേഹം നിയമവിദഗ്ധരുമായി കൂടിയാലോചനകൾ നടത്തിയിരുന്നു. നേരിട്ടും അല്ലാതെയും പലകുറി കൂടിയാലോചന നടക്കാനുള്ള സാവകാശം ലഭ്യമായിട്ടുണ്ട്. 2ാമത്തെ പരാതി ഉയർന്നു വരുന്നു, പിന്നീടത് കേസിലേക്ക് പോകുന്നു. അങ്ങനെ 1 മാസത്തോളം കാലയളവിൽ അദ്ദേഹം സ്ഥലത്തു നിന്നും പരിപൂർണമായി മാറി നിൽക്കുന്ന സ്ഥിതി ഉണ്ടാകുന്നു. ചുരുക്കത്തിൽ നിയമവിദഗ്ധരുമായി വളരെ വ്യക്തമായ ആശയവിനിമയം നടത്തി എന്ത് നിലപാട് സ്വീകരിക്കണം ഓരോ ഘട്ടത്തിലും എന്നതിനെക്കുറിച്ച് നല്ല ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അറസ്റ്റ് മെമ്മോയിൽ ഒപ്പ് രേഖപ്പെടുത്താതെ ഇരിക്കുന്ന
നിലപാട് അടക്കം ഓരോ നീക്കങ്ങളിലും സസൂക്ഷ്മമായ നിയമവിദഗ്ധരുടെ നിർദ്ദേശം അദ്ദേഹത്തിനുണ്ട് എന്ന് വേണം കണക്കാക്കാൻ. അതുകൊണ്ട് തന്നെ പോലീസ് പ്രതീക്ഷിക്കുന്ന തരത്തിൽ സംഭവങ്ങളെ സംബന്ധിച്ചൊരു കൃത്യമായ വിവരങ്ങൾ ക്ലബ് 7 ഹോട്ടലിലെ തെളിവെടുപ്പിലും രാഹുലിൽ നിന്നും പ്രതീക്ഷിക്കാനാകില്ല എന്ന് തന്നെ വേണം നമുക്ക് കണക്കാക്കാൻ. എന്തായാലും ഇന്ന് ഒരു പകലും നാളെ ഉച്ചവരെയുള്ള സമയവും മാത്രമാണ് ഇനി SITക്ക് മുന്നിൽ ബാക്കിയുള്ളത്. 7 ദിവസത്തെ കസ്റ്റഡിയാണ് SIT ആവശ്യപ്പെട്ടതെങ്കിൽ തിരുവല്ല ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി കേവലം 3 ദിവസം മാത്രമേ നൽകിയിട്ടുള്ളൂ. നാളെ ഉച്ചയ്ക്ക് 2 മണിയോടുകൂടി പ്രതിയെ തിരികെ കോടതിയിൽ ഹാജരാക്കേണ്ടതുണ്ട്. അതേസമയം തന്നെ മകരസംക്രമവും അടക്കമുള്ള 2 ദിവസങ്ങൾ പത്തനംതിട്ട ജില്ലയ്ക്ക് അവധിയാണ്. ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ജഡ്ജി ആയിട്ടുള്ള അരുന്ധതി 2 ദിവസത്തേക്ക് അവധി അപേക്ഷിച്ചിട്ടുണ്ട്. അത് അംഗീകരിക്കപ്പെടുന്ന പക്ഷം പകരം ചുമതല പത്തനംതിട്ട കോടതിയിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ നാളെ ഉച്ചയ്ക്ക് കസ്റ്റഡി കാലാവധി പൂർത്തിയാകുന്ന പ്രതിയെ വൈദ്യപരിശോധന പൂർത്തിയാക്കിയ ശേഷം പത്തനംതിട്ട കോടതിയിലോ അതല്ലെങ്കിൽ ജഡ്ജിയുടെ വസതിയിലോ ഹാജരാക്കാനുള്ള സാധ്യതയാണുള്ളത്. സ്വാഭാവികമായും റിമാൻഡിലേക്ക് പോകും. തൊട്ടടുത്ത ദിവസം അദ്ദേഹത്തിനായി സമർപ്പിക്കപ്പെട്ടിട്ടുള്ള ജാമ്യാപേക്ഷ പരിഗണിക്കപ്പെടുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ തന്നെ അത് പരിഗണിച്ച് തീരുമാനത്തിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. വിശദമായ വാദം കേൾക്കാൻ പിന്നീട് മാറ്റിവെക്കുകയോ അതല്ലെങ്കിൽ അപേക്ഷ തള്ളുകയോ ചെയ്യാം. സ്വാഭാവികമായും ആദ്യത്തെ കോടതി എന്നുള്ള നിലയിൽ ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലോ അതല്ലെങ്കിൽ അതിൻ്റെ ചുമതല വഹിക്കുന്ന മറ്റ് കോടതിയിലോ പരിഗണിക്കപ്പെടുന്ന ഈ വിഷയം തള്ളിക്കളയുന്നുവെങ്കിൽ തുടർന്ന് ജില്ലാ കോടതിയെ സമീപിക്കാനുള്ളതാണ് അടുത്ത അവസരം. അവിടെയും പ്രതികൂലമാണ് നടപടിയെങ്കിൽ അദ്ദേഹത്തിന് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അഭിഭാഷകന് ഹൈക്കോടതിയെ സമീപിക്കാവുന്ന സാഹചര്യമുണ്ട്. അതേസമയം തന്നെ 21-ാം തീയതി അദ്ദേഹത്തിനെതിരെ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള 2ാമത്തെ കേസിൽ അറസ്റ്റ് തടഞ്ഞുകൊണ്ട് ഉള്ള കാലാവധി അവസാനിക്കുകയും 21-ാം തീയതി ഹൈക്കോടതി അദ്ദേഹത്തിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുകയും ചെയ്യുന്നുണ്ട്. സ്വാഭാവികമായും ആ വിഷയത്തിൽ എന്ത് നടപടി ഹൈക്കോടതി സ്വീകരിക്കുന്നു എന്നുള്ള വിഷയം കൂടി ഇപ്പോഴത്തെ പുതിയ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിയമ നടപടികളെയും സ്വാധീനിക്കാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും വളരെ വേഗത്തിൽ ഈ 3ാമത്തെ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്ക് ജാമ്യം ലഭിക്കുമെന്ന് കരുതാനാകുന്നില്ല. ഏറ്റവും ചുരുങ്ങിയത് ഇനിയുള്ള ഒരാഴ്ച കാലയളവിലെങ്കിലും അദ്ദേഹം അടുത്ത ദിവസം കോടതിയിൽ ഹാജരാക്കുമ്പോൾ റിമാൻഡ് ചെയ്യപ്പെടും. ആ നിലയിൽ അദ്ദേഹത്തിന് ചുരുങ്ങിയത് ഒരാഴ്ച കാലയളവിലെങ്കിലും ജയിലിൽ തന്നെ തുടരേണ്ടി വരും എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ആദ്യഘട്ടത്തിൽ അദ്ദേഹത്തെ കോടതിയിൽ നിന്നും റിമാൻഡ് ചെയ്യപ്പെട്ട് മാവേലിക്കര സ്പെഷ്യൽ സബ് ജയിലിലേക്ക് എത്തിച്ച ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെതായി ജയിൽ മാറ്റം എന്നുള്ള ഒരു ആവശ്യം ഉന്നയിക്കപ്പെട്ടിരുന്ന ചില വാർത്തകൾ വന്നിരുന്നു. പക്ഷേ അത് പരിപൂർണമായി അദ്ദേഹത്തിൻ്റെ അഭിഭാഷകൻ നിഷേധിക്കുകയാണ്. ഏതെങ്കിലും തരത്തിലുള്ള അപേക്ഷകൾ കോടതിയിൽ സമർപ്പിക്കുകയോ ചെയ്തിട്ടില്ല എന്ന് അദ്ദേഹം വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. 3 കേസുകൾ ഇദ്ദേഹത്തിനെതിരെ രജിസ്റ്റർ ചെയ്യപ്പെടുമ്പോൾ 3ാമത്തെ കേസിലെ പോലീസ് നടപടിയും പരാതിയും അതീവ രഹസ്യമായിരുന്നു. അതിനാൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു സൂചനകളോ നിയമസഹായം തേടുന്നതിനോ സ്ഥലത്തു നിന്നോ മാറി നിൽക്കുന്നതിനടക്കമുള്ള യാതൊരു സാവകാശവും നൽകാതെ രാഹുൽ മാങ്കൂട്ടത്തെ കൃത്യമായ നീക്കത്തിലൂടെ പോലീസ് പൂട്ടുകയായിരുന്നു. പ്രത്യേകിച്ചും ശനിയാഴ്ച സെക്കൻഡ് സാറ്റർഡേ ദിവസം അർദ്ധരാത്രി അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തു. പിറ്റേ ദിവസം ഞായറാഴ്ചയാണ്. യാതൊരു തരത്തിലുള്ള നിയമസഹായവും തേടാനുള്ള സാഹചര്യം ഇല്ല എന്ന് ഉറപ്പാക്കിക്കൊണ്ട് തന്നെയാണ് ആദ്യത്തെ 2 കേസുകളിൽ നിയമപരമായ ആനുകൂല്യങ്ങൾ അദ്ദേഹം നേടിയെടുക്കുകയോ അതല്ലെങ്കിൽ പോലീസിന് പിടികൊടുക്കാതെ മാറി നിൽക്കുകയോ ചെയ്തു എങ്കിൽ 3ാമത്തെ കേസിലെ അതീവ രഹസ്യമായ നീക്കത്തിലൂടെ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയെ പോലീസ് പൂട്ടുകയായിരുന്നു. അങ്ങനെ രാഹുൽ കസ്റ്റഡിയിലാകുന്നു, അറസ്റ്റിലേക്ക് എത്തുന്നു, ജയിൽവാസത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഏറ്റവും ഒടുവിൽ ജാമ്യത്തിനുള്ള ഹർജി സമർപ്പിക്കപ്പെട്ടെങ്കിലും അത് തൽക്കാലം പരിഗണിക്കുന്നതിന് മാറ്റിവെച്ച ശേഷം അന്വേഷണ സംഘത്തിൻ്റെ അപേക്ഷ പരിഗണിച്ച് പ്രതിയെ കസ്റ്റഡിയിൽ വിട്ടുകൊടുക്കുന്നു. 3 ദിവസത്തേക്കാണ് അനുവദിച്ചിട്ടുള്ളത്. ഇനി 1.5 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. ഇന്ന് ഈ ഒരു പകൽ സമയവും നാളെ ഉച്ചവരെയുള്ള സമയം കൊണ്ട് പരമാവധി തെളിവുകൾ ശേഖരിക്കാൻ ആകും എന്നുള്ള പ്രതീക്ഷയാണ് അന്വേഷണ സംഘത്തിലുള്ളത്. പക്ഷേ രാഹുൽ അതുമായി സഹകരിക്കുന്നില്ല എന്നുള്ളത് അന്വേഷണത്തിന് പ്രതികൂലമായി ബാധിക്കുന്നു. അതേസമയം തന്നെ ഈ കേസിൽ അറസ്റ്റിലേക്ക് പോകുന്നതിന് മുൻപ് ശരിയായ രീതിയിലുള്ള നടപടിക്രമങ്ങൾ അന്വേഷണ സംഘം പാലിച്ചില്ല. തിടുക്കപ്പെട്ട അറസ്റ്റിലേക്ക് പോയി എന്നുള്ള വിഷയം മുൻ DGP ആയിട്ടുള്ള TP സെൻകുമാർ പോലും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്ന സ്ഥിതി ഉണ്ടായി. ഇത്തരത്തിൽ ഉള്ള നടപടികൾ കോഴി എന്നുള്ള പരാമർശത്തോടുകൂടി അത് സഹായകരമാകും ഭാവി നിയമ നടപടികളിൽ അദ്ദേഹത്തിനെ എന്ന് സൂചിപ്പിക്കുന്നതായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുമായി അന്വേഷണ സംഘം തെളിവെടുപ്പിനായി പുറപ്പെട്ടു കഴിഞ്ഞു.